എന്താണെന്നറിയില്ല, വൈകുന്നേരമായപ്പോൾ നല്ല വിശപ്പായിരുന്നേ. ആ സമയത്ത് ഈവനിങ് സ്നാക്കായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് കരുതിയപ്പോഴാണ് ഈ ഒരു ഐറ്റം ശ്രദ്ധയിൽപ്പെട്ടത്. അത് ഞാനിതൊരു 4 മുട്ടയോളം പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതാ 3/4 കപ്പോളം പാലിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കും. പിന്നീട് ഞാൻ ഇതാ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാനായിട്ട് പോവുകയാണ്. ഞാനിതാ ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞു. ഒന്ന് ഗോൾഡൻ കളറായപ്പോൾ ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ പച്ചമണക്കം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇഞ്ചി കൂടി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെയും പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ എന്താ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കും. ഇതിലേക്ക് ഞാൻ എന്താ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വാടി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ ചെറുതായിട്ടൊന്ന് ഉപ്പ് കൂടി വെതറി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കും. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നപ്പോൾ ഞാൻ എന്താ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതേ പാനിൽ ഞാൻ എന്താ വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മിക്സിയുടെ ജാറിൽ നേരത്തെ അടച്ചെടുത്ത കൂട്ടൊന്ന് ഫില്ലിങ് റെഡിയാക്കുന്ന സമയം കൊണ്ട് നമ്മൾ മുട്ട കട്ട് ചെയ്ത് 2 പീസാക്കി മാറ്റി വെക്കും. മുട്ടയുടെ പീസ് ഞാൻ ഓരോന്നായി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പരന്ന പാത്രം ആയതുകൊണ്ട് ഇതാ മുട്ട പൊങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മുട്ട കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിച്ചോ. എൻ്റെ പാത്രം ശരിയില്ലാതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. മുട്ട നിരത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഫില്ലിംഗ് ഇതിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ. അടച്ച് വെച്ച് ഒരു 20 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കും. നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. എത്ര പെട്ടെന്ന് ആ പ്ലേറ്റ് കാലിയായെന്ന് അറിയോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ട്രൈ ചെയ്ത് നോക്കാനും വിട്ടുപോകല്ല. ഫീഡ്ബാക്ക് അറിയിക്കാനും വിട്ടു